This call is now being recorded. വീഡിയോ ഓഫ് ആക്കുന്നവർ ഓൺ ചെയ്തേ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ഓൺ ചെയ്തേ വീഡിയോ. ഐഷ എന്താണ് കോൺകേവ് ലെൻസും കോൺവെക്സും തമ്മിലും വ്യത്യാസം എന്തൊക്കെ മനസ്സിലായി? ഇത്രയും പഠിച്ചിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും ഉണ്ട്? ആ തൊടുന്നത് തൊട്ട് പറഞ്ഞു. കോൺകേവ് ലെൻസില് സൈഡ് തിക്കും സെന്റർ തിന്നുമാണ്. പിന്നെ കോൺവെക്സില് സെന്റർ തിക്കും സൈഡ് തിന്നുമാണ്. ഓക്കെ, അത് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ. ഇനി ഇമേജ് ഫോർമേഷനിൽ എന്ത് മനസ്സിലായി? കോൺകേവില് മറ്റേ വിർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യുള്ളൂ അല്ലെ? റിയൽ ഇമേജ് എന്നൊരു പരിപാടി കോൺകേവ് ലെൻസിന് റിയൽ ഇമേജ് എന്നൊരു പരിപാടി ഇല്ല അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ശ്രേയ അതുപോലെ കോൺവെക്സിന് വിർച്വൽ ഇമേജ് എന്നുള്ള ഒരു പരിപാടി ഇല്ല അല്ലെ? റിയലും ഉണ്ട് വെർച്വലും ഉണ്ട്. അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ റിയലും ഉണ്ട് വിർച്വലും ഉണ്ട് അല്ലെ? കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജും ഫോം ചെയ്യും, വിർച്വൽ ഇമേജ് ഫോം ചെയ്യും. എപ്പോഴാ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന അബ്ദുൽ അസീസ്? ഏത് കേസിലാണ് കോൺവെക്സിൽ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ബിറ്റ്വീൻ O ആൻഡ് F. ഓക്കെ, ഇനി ഷഹൻ. അപ്പൊ കോൺവെക്സ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യും, കോൺകേവും വിർച്വൽ ഇമേജ് ഫോം ചെയ്യും. പക്ഷെ ഈ രണ്ട് വിർച്വൽ ഇമേജുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ അത്? ഒരേപോലെയാണ് രണ്ട് വിർച്വൽ ഇമേജും? കോൺകേവിന്റെ ഡിമിനിഷ്ഡ്. ഓക്കെ, കോൺകേവിന്റെ ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആണ്. കോൺവെക്സിന്റെ ആവുമ്പോഴോ എൻലാർജ്ഡ്. അവിടെ ഒരു സംശയം വരരുത് കേട്ടോ. കോൺവെക്സ് മാഗ്നിഫൈയിങ് ഗ്ലാസ്. ഓക്കെ, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ വലുതാക്കി കാണിക്കുക. ഇതാ വിർച്വൽ ഇമേജ് വലുതാക്കി കാണിക്കുക. ഓക്കെ, അപ്പൊ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ വലിയ വിർച്വൽ ഇമേജ്. ഇനി അടുത്ത അയാൻ. സർ, എന്താ ഫോക്കസ്? ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്താ? സർ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന ലൈറ്റ് റേ ഒരു പോയിന്റില് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. ആ പോയിന്റിന്റെ ഒരു ഇംഗ്ലീഷ് പറയാം. Ray parallel to the principal axis after refraction will appears to converge at a point. appear to converge എന്ന് പറഞ്ഞാൽ വെറുതെ കൺവേർജ് എന്ന് പറഞ്ഞാൽ അത് ചെന്ന് കൂട്ടിമുട്ടിയെന്നാണ് കേട്ടോ. appear to converge, കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, നമ്മളപ്പോ ഇമേജ് കാണും കേട്ടോ. ഒന്നല്ലെങ്കിൽ കൂട്ടിമുട്ടണം, അപ്പൊ നമ്മൾ ഇമേജ് കാണും, അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നണം. ഈ രണ്ട് കേസിലാണ് നമ്മൾ ഇമേജ് കാണുന്നത്. ഓക്കെ, ഷാരൂഖ്. എന്താ ഷാരൂഖ് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്താ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്താ? എന്തായി പറയുന്നത്? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്. ഷാരൂഖ് ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ഷാരൂഖിനെ വിളിക്കും, ഷാരൂഖിന്റെ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ഞാൻ ഷാരൂഖിന്റെ പേര് എഴുതണം. എന്താണ് ഒന്നുകൂടെ പറഞ്ഞോ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്താണ്? ഡിഫൈൻ ഫോക്കസ്. ഞാൻ ഇമേജ് ഫോർമേഷനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആൻസർ പറയുമ്പോ ഈ ഓടുന്ന ആൾക്ക് സമ്മാനം തരും പോലെയാണ്. ഞാൻ ഓടുമ്പോ നിങ്ങൾ എനിക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആൻസർ പറഞ്ഞില്ലെങ്കിലോ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ആൻസറുകൾ കിട്ടണം. മൂസിൻ മുസ്തഫ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഷാരൂഖിന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കോൺവെക്സ് ലെൻസ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ. എന്ത് സംശയം? എന്താ ചാട്ടി പറയേണ്ടത്? എത്ര തവണയെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു? പറഞ്ഞു. ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? വിൽ കൺവേർജ് അല്ലെ? കൺവേർജിങ് ലെൻസ് ആണ്. വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ്. ഓക്കെ, അയാൻ ഇബ്രാഹിം. ലെൻസ് ഫോർമുല
സാർ 1/f ഫിസിക്കൽ 1/v മൈനസ് 1/u. പ്ലസ് അല്ലേ? അത് മിററില്ല സാർ. അതെയോ? ഓക്കെ. മുഹമ്മദ് ഇഷാൻ, സാർ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. m equal to v by u, m equal to hi by u. റുഫൈദ, മാഗ്നിഫിക്കേഷൻ -2. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞു. മാഗ്നിഫിക്കേഷൻ -2 റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡോ -2ഓ? എന്നാ ഓരോന്ന് ഞാൻ ചോദിക്കും. -0.5 അല്ല +0.5 കിടക്കണം. +0.5 വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ. ബിലാലെ, ബിലാൽ എന്തിനായിരുന്നു കറങ്ങുന്ന? ഞാൻ വോയിസ് ഓൺ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. +2 പറഞ്ഞോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ +2. പ്രത്യേകത പറഞ്ഞു. വിർച്വൽ ആണ്, enlarged ആണ്, ഇറക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ. മുഹമ്മദ് ഫാസിൽ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 പറഞ്ഞോളൂ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, -1 enlarged അല്ലെ? ഞാനിങ്ങനെ വരാം കേട്ടോ, എക്സാമിന് അടുത്ത് നിന്നിട്ട്. -1 enlarged എന്ന് ചോദിക്കാം കേട്ടോ. സെയിം സൈസ് ആണ്. ഓക്കെ, സെയിം സൈസ്. ഓക്കെ. അപ്പൊ ഒബ്ജക്ട് എവിടെ വച്ചേക്കുന്നതോട് പറയാലോ ഫാസിലെ? ഒബ്ജക്ട് എവിടെ വച്ചേക്കുന്നതോട് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ് സിയിലായിരിക്കും. ഓക്കെ. ഓക്കെ. അല്ല മീൻ സാർ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തുടങ്ങിക്കോളൂ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറഞ്ഞു. മറ്റേ പ്രിൻസിപ്പൽ ആക്സിസ് ലെഫ്റ്റ് സൈഡില് നെഗറ്റീവ് ആയിരിക്കും. പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, റൈറ്റ് സൈഡ് ഏത് ലെഫ്റ്റ് സൈഡ് ഏത് റൈറ്റ് സൈഡ്? സെന്റർ മറ്റേ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ് സൈഡിലായിട്ട് പോസിറ്റീവ് ആയിരിക്കും. പിന്നെന്താ? പ്രിൻസിപ്പൽ ആക്സിസ് താഴത്തേക്ക് നെഗറ്റീവും മേലിലായിട്ട് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഓക്കെ, മതി. ഓക്കെ, ബുക്ക് എടുത്തോട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പവർ ആണ്. പവർ ഇർഫാനെ ചോദിച്ചോ. +1 വരില്ലല്ലോ മാഗ്നിഫിക്കേഷൻ? +1 മാഗ്നിഫിക്കേഷൻ മിററിൽ വരും. ഏത് മിററാന്നറിയാം? +1 മാഗ്നിഫിക്കേഷൻ വന്ന മിറർ ഏത്? ആർക്കും അറിയാം? കോൺകേവ് മിറർ ആണോ? അല്ലല്ല കോൺകേവ് മിറർ അല്ല. +1 മാഗ്നിഫിക്കേഷൻ വരുന്നത് പ്ലെയിൻ മിറർ. ശരിയാ, പ്ലെയിൻ മിറർ. ഒബ്ജക്റ്റിന്റെ അതേ സൈസിൽ കാണിക്കുന്ന മിറർ. പ്ലെയിൻ HI/HO വരുന്നത് എത്ര വരിക? 1 വരും. ഓക്കെ. ഇനി നമുക്ക് പവറുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ. അബ്ദുൽ അസീസിന് ഏതൊക്കെ പവറുകളെ കുറിച്ച്? അഭിനയ പറഞ്ഞു. സാർ -1 ലെൻസ് അല്ലേ? -1 ലെൻസാ. റിയൽ ഇമേജ് -1 തല തിരിഞ്ഞു വരും. ഒരേ വലിപ്പത്തില് കറക്റ്റ് കിട്ടൂല കേട്ടോ. അബ്ദുൽ അസീസിനെ പറഞ്ഞു ഏതൊക്കെ പവറുകളെ കുറിച്ച് അബ്ദുൽ അസീസ് കേട്ടിട്ടുണ്ട്? ഇവിടെ പറഞ്ഞു. അവിടെയല്ലേ? ഇവിടെയാണ് ക്ലാസ് നടക്കുന്നത്. ഇവിടെ പറഞ്ഞു. സാർ ഈ ഇലക്ട്രിസിറ്റി ഒരു പവർ അല്ലേ? ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പവർ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് പവർ അല്ലെ? ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും പവർ അറിയാമോ? വേറൊരു പവറും കേട്ടിട്ടില്ല? സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, മിന്നൽ മുരളി കേട്ടിട്ടില്ല? ഇതൊന്നും കേട്ടിട്ടില്ല? ഇവർക്കൊക്കെ ഉള്ള പവർ അല്ലേ? ഇതും പവർ അല്ലേ? പവറാണ്. ഓക്കെ. സൂപ്പർമാന്റെ ഒക്കെ പവർ അറിയാവോ അബ്ദുൽ അസീസിന്? ഇതിൽ ആരെങ്കിലും പവർ അറിയാവോ? പറഞ്ഞോ. സൂപ്പർമാൻ എന്താ ചെയ്യാ? പറക്കും, ഇടിക്കും. നല്ല സ്ട്രെങ്ത് ഉണ്ടല്ലേ? അപ്പൊ സാധാരണ മനുഷ്യരെക്കാളും എന്തോ ഒരു കൂടുതൽ അല്ലെ?
അല്ലെ, ഒരു എക്സ്ട്രാ ഓർഡിനറി, അവിടെയാണ് പവർ. എന്തായിരിക്കും? നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഈ സൂപ്പർമാന്റെ സ്പൈഡർമാന്റെ പവർ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ലെൻസിന്റെ പവർ ആണ്. ഓക്കെ, എന്താണ് ഒരു ലെൻസിന്റെ പവർ? ലെൻസിന്റെ പവർ എന്താന്ന് പറയണമെങ്കിൽ ആദ്യം ലെൻസ് ചെയ്യുന്ന ജോലി എന്താന്ന് മനസ്സിലാക്കണം. എന്നാലേ ലെൻസിന്റെ പവർ കൂടുതൽ ആരാ പവർ കുറവാരാന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവര് പറക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോ ആ ഒരു ജോലിയാണ് അല്ലെ, ആ ഒരു ജോലി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആർക്കാണ് പവർ കൂടുതൽ ആർക്കാണ് പവർ കുറവ്. ലെൻസിന്റെ ജോലി എന്താ? ബേസിക് ഫംഗ്ഷൻ ഓഫ് ലെൻസ് കേട്ടോ. ഓക്കെ, ലെൻസ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ചോദിക്കുന്ന ലെൻസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ആർക്ക് പറയാം? ഒന്ന് കൈവയ്ക്ക്. ലെൻസിന്റെ ബേസിക് ഫംഗ്ഷൻ. ഓക്കെ, ഹലീം പറഞ്ഞോ. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്പെക്സില് ലെൻസ് അത് ആപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ, അതൊക്കെ അത് സെക്കൻഡറി ടെർഷ്യറി വരും. പ്രൈമറി ഏറ്റവും ആദ്യം വരുന്ന ലെൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനെ ചോദിച്ചു പറഞ്ഞോ. അഭിം പറഞ്ഞോ. സാർ വലുതിനെ ചെറുതാക്കുക, ചെറുതിനെ വലുതാക്കുക. ഓക്കെ, അതൊക്കെ മാഗ്നിഫൈ, അതൊക്കെ ഓക്കെ ഓക്കെ, അതെല്ലാം ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഇനി അടുത്ത ആളാ ഇർഫാൻ പറഞ്ഞോ. ട്രാൻസ്പെറന്റ് ആണോ? ട്രാൻസ്പെറന്റ് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അമാൻ ഇനി പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ. അത് അയാൻ പറഞ്ഞോ. ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യണോ? മിടുക്കൻ, അതാണ് അല്ലെ. ബാക്കിയുള്ളൊക്കെ അത് കഴിഞ്ഞിട്ട്, ഇമേജ് ഫോം ചെയ്യുന്നൊക്കെ അത് കഴിഞ്ഞിട്ട്, അതിന്റെ ഫസ്റ്റ് ജോബ് എന്താ? ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യിക്കുക, അതല്ലേ അത്. ഓക്കെ, ബേസിക് ഫംഗ്ഷൻ അതല്ലേ. ഒരു ലെൻസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ കൂടുതൽ പവർ ആരായിരിക്കും? അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പറയാം അല്ലെ, ആരാണ് കൂടുതൽ റിഫ്രാക്ട് ചെയ്യിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ആരാണ് കൂടുതൽ കൺവേർജ് ചെയ്യിക്കുന്നത്, ആരാണ് കൂടുതൽ ഡൈവേർജ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ പവർ പറയാം. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. അത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു ഓക്കെ ഒരു ചെറിയൊരു റോഡായിട്ട് നിങ്ങൾ സങ്കല്പിച്ചു കേട്ടോ, ചെറിയൊരു കമ്പി എന്തെങ്കിലും ആയിട്ട് കേട്ടോ. ആരാണ്? ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, അതുപോലെ അച്ചു ഒരു സൂപ്പർ ഹീറോ ആണ് കേട്ടോ. ഞങ്ങൾ രണ്ട് സൂപ്പർ ഹീറോ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഞാനിത് പിടിച്ച് വളയ്ക്കുവാണ് കേട്ടോ. ഇതിങ്ങനെ പിടിച്ച് ഞാൻ ഇത്രയും വളച്ചു, ഞാൻ ഇത്രയും വളച്ചു കേട്ടോ. എന്നിട്ട് അച്ചൂടെ കൊടുത്തപ്പോ അച്ചു പിന്നെ എടുത്ത് അച്ചു ശരി ഇത്രയും വളച്ചു. ഓക്കെ, അച്ചു ഇത്രയും വളച്ചു, ഞാൻ ഇത്രയും വളച്ചു. ഓക്കെ, എനിക്കാണ് അച്ചുവിനാണ് പവർ. എനിക്കാണെങ്കിൽ 1 എന്ന് കാണിക്കുക, അച്ചുവിനാണെങ്കിൽ 2 എന്ന് കാണിക്കുക. നേരെ കാണിക്കുക. എനിക്കാണെങ്കിൽ 1 എന്ന് കാണിക്കുക, അച്ചുവിനാണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഇത് എല്ലാവരും അച്ചുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഫാസിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഗൗരി എന്നെ അല്ല, ഗൗരിയും ഇല്ല. ഓക്കെ, ബാക്കി എല്ലാവരും അതാ ഇവിടെ അഹമ്മദ് ഹലീം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അച്ചുവിടെ കൂടെയാണ് അല്ലെ. ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് അച്ചുവിനെ സപ്പോർട്ട് ചെയ്യാം? എനിക്കത് അറിയണമല്ലോ. അല്ലെ, ഞാനൊരു സാറല്ലേ, ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ആരാ പറയാ? അൽഫിയ പറഞ്ഞോ. എന്തുകൊണ്ട് അച്ചുവിനെ സപ്പോർട്ട് ചെയ്തേ? എന്തുകൊണ്ട് അച്ചുവിനെ സപ്പോർട്ട് ചെയ്തേ പറഞ്ഞോ. കൂടുതൽ സ്ട്രെങ്ത് എടുത്ത് വളച്ചല്ലോ. കൂടുതൽ വളച്ചു അല്ലെ. ഇത് ഞാൻ ഇത്രേ വളച്ചോളൂ, അല്ലെ ഇത്രേ ഒടിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയാണ്, ഇനി ഞാൻ റിഫ്രാക്ഷൻ ബെൻഡ് എന്നൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ ഇത്രയാണ് ബെൻഡ് ചെയ്യിപ്പിച്ചോളൂ. പക്ഷെ അച്ചു എന്ത് ചെയ്തു? ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ പവർ കൂടുതൽ ആർക്കാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? പവർ കൂടുതൽ അച്ചുവിനാണെന്ന് പറഞ്ഞു. കാരണം അച്ചു ആണത് കൂടുതൽ എന്ത് ചെയ്തത്? ബെൻഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇവിടെ പവറും ഇത് തന്നെയാണ്. ലെൻസിൽ പവറും ലൈറ്റിനെ എത്രമാത്രം ബെൻഡ് ചെയ്യിക്കുന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ലൈറ്റിനെ എത്രമാത്രം കൺവേർജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഡൈവേർജ് രണ്ടും സംഭവിക്കാലോ. കൺവേർജ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കുന്നു. ഈ എബിലിറ്റിക്കാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, എഴുതാലോ? എഴുതിക്കും, നോട്ട് എഴുതിക്കും, നിങ്ങളുടെ ഭാഷയ്ക്ക് എഴുതി വെച്ചു അതിനകത്ത് കേട്ടോ. എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ്, ഇതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലെൻസിന്റെ എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് എന്നും പറയാം. മറ്റൊരു സെന്റൻസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ്, അതാണ് പവർ. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ്. എഴുതിയോ? ഓക്കെ ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. പവറും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ ഭയങ്കര ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, പവർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അതെന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ആരെങ്കിലും സ്പെക്സ് വെക്കുന്നവരുണ്ട് അതിനകത്ത്? ഗൗരി. ഓക്കെ, ഗൗരി പറഞ്ഞു. ഗൗരിയുടെ ഏതാ ലെൻസ്? എന്റെ കോൺകേവ് ആണോ? എത്രയാ പവർ? എത്രയാ ലെൻസിന്റെ? അതൊന്നും അറിയില്ല. ഓക്കെ, വേറെ ആരാ ലെൻസ് യൂസ് ചെയ്യുന്നത്? അതാ മൂസിൻ. പറഞ്ഞോ, മൂസിന്റെ ഏതാ ലെൻസ്? ലെൻസ് പവർ 0.5 ആ. എത്ര? 0.5. 0.5. ഓക്കെ ഓക്കെ,
ഏതാ ലെൻസ് ഏതാ? +0.5 ആണോ -0.5 ആണോ? ഒന്നും അറിയില്ല. കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ യൂസ് ചെയ്യുന്നത് അറിയാമോ? അത് അറിയില്ല. ഓക്കെ, മേടിച്ചു വച്ചു പോകുന്നു. ഓക്കെ, ഇവിടെ നോക്കും. കുഴപ്പമില്ല. നമ്മളതൊക്കെ പഠിക്കും കേട്ടോ, അതെങ്ങനെയാന്നൊക്കെ അറിയും. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. ഞാൻ എന്റെ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന പവറും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോവാ. പവറും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അതിനുവേണ്ടി നമ്മൾ കുറച്ച് എക്സാമ്പിൾ എടുത്തു നോക്കുക. പല ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് നോക്കുക. നിങ്ങൾ തന്നെ നോക്കിക്കോ കേട്ടോ. പല ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും ബന്ധം പവറുമായിട്ടുണ്ടോ എന്ന് കേട്ടോ. ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ആദ്യം ഒരു ലെൻസ്. ഇത് ഏത് ലെൻസ് ആണ്? ആദിൽ കെ അബ്ദുൽ സലാം, ഇത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ്. ഓക്കെ, അമാനെ, കോൺവെക്സ് ലെൻസിലേക്ക് പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേ എന്താ സംഭവിക്കുക? കോൺവെക്സ് ലെൻസിലേക്ക് പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും ആഫ്റ്റർ റിഫ്രാക്ഷൻ? ഫോക്കസിലേക്ക് ഡൈവേർജ് ചെയ്യും. ഇറ്റ് വിൽ കൺവേർജ് അറ്റ് എ പോയിന്റ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ? അപ്പൊ ഞാൻ ഈ പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈറ്റ് റേസ് എല്ലാം എങ്ങോട്ട് കൺവേർജ് ചെയ്യും? ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് ആദ്യം അറിയണം അല്ലെ? എന്താണ് ഫോക്കൽ ലെങ്ത്? ആരാ പറയാ? ഷുഹൈബ്, എന്താ ഫോക്കൽ ലെങ്ത് പഠിച്ചത്? വാട്ട് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്? പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസ് വരെയുള്ള ലെങ്ത്. പ്രിൻസിപ്പൽ ആക്സിസ് ചെയ്യുന്നു? അല്ലല്ല, ഒപ്റ്റിക് സെന്ററിൽ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് അല്ലെ? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മള് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സപ്പോസ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഒരു 20 സെന്റിമീറ്റർ കടന്നോട്ടെ. ഓക്കെ, ഇതിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. ഈ ലെൻസ് അവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ വേറൊരു ലെൻസ് എടുക്കുകയാണ്, കുറച്ചുകൂടി ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് എടുക്കുകയാണ്. ഓക്കെ, ഇതിലേക്കും ലൈറ്റ് റേ പാരലൽ ആയിട്ട് ചെല്ലുകയാണ്. ഓക്കെ, ഇതിലേക്കും ലൈറ്റ് റേ പാരലൽ ആയിട്ട് ചെല്ലും. ഓക്കെ, പാരലൽ ആയിട്ട് ചെല്ലുന്നു. ഈ ലൈറ്റ് റേക്ക് നേരത്തെ പറഞ്ഞ പോലെ റിഫ്രാക്ഷൻ നടക്കുന്നു, അത് കൺവേർജ് ചെയ്യുന്നു. പക്ഷെ കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന കുറച്ച് അപ്പുറമായിരിക്കും, കാരണം ഇത് കുറച്ച് ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്നത് കുറച്ച് അപ്പുറത്താണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോട്ടോ, ശ്രദ്ധിച്ചിരുന്നോളെ. ഓക്കെ ഓക്കെ, ഇവിടെ കിട്ടി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഒരു 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ ആണ്. ഏത് ലെൻസിനായിരിക്കും പവർ കൂടുതൽ കേട്ടോ? നിങ്ങൾ പറയണ്ട, ഞാൻ ചോദിച്ചോളാം. ഇത് 1, ഇത് 2. ഏത് ലെൻസിനാണ് പവർ കൂടുതലെന്ന് കണ്ണടച്ച് എല്ലാരും കണ്ണടച്ചേ, ശരിക്കും കണ്ണടച്ച് എല്ലാരും. ഓക്കെ, ഏത് ലെൻസിനാ പവർ കൂടുതൽ? ഫസ്റ്റ് ലെൻസിനാണെങ്കിൽ 1 എന്ന് കാണിക്കുക, സെക്കൻഡ് ലെൻസിനാണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഫേസിന്റെ നേരെ പിടിക്കും. ഫസ്റ്റ് ലെൻസിനാണെങ്കിൽ 1 എന്ന് കാണിക്കുക, സെക്കൻഡ് ലെൻസിനാണെങ്കിൽ 2 എന്ന് കാണിക്കുക. എല്ലാരും കാണിച്ച് നോക്കട്ടെ. മുഹമ്മദ് ഇഷാനും ഐഷയ്ക്കും ശ്രേയയ്ക്കും റോങ് ആൻസർ ആണ്. ബാക്കി എല്ലാരും കറക്റ്റ് ആണ്. ഓക്കെ, കണ്ണു തുറന്നു. മുഹമ്മദ് ഇഷാൻ ശ്രേയൊക്കെ ശ്രദ്ധിച്ചോ കേട്ടോ. നിങ്ങൾ ആർക്ക് പവർ കൂടുതലാന്ന് പറഞ്ഞ? എനിക്കാണോ പവർ കൂടുതൽ, അച്ഛനാണോ പവർ കൂടുതൽ പറഞ്ഞത്? എന്തുകൊണ്ട് അച്ഛന് പവർ കൂടുതലാ? അച്ഛൻ ഇത്രയും വളച്ചു അല്ലെ, ഇത്രയും ബെൻഡ് ചെയ്യിച്ചു, ഞാൻ ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആർക്കാ പവർ കൂടുതൽ? 1 ആണോ 2 ആണോ? 2 ആണോ പവർ കൂടുതൽ? നോക്ക്, ഏതിലാ കൂടുതൽ ബെൻഡ് ചെയ്യിപ്പിച്ച് നോക്ക്. ഫസ്റ്റ് കേസിലല്ലേ? ഫസ്റ്റ് കേസിൽ ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചു, സെക്കൻഡ് കേസിൽ ഇത്രയും ബെൻഡ് ചെയ്തിട്ടുണ്ടോ? ഒന്നാണ് കാണിച്ചേ. അപ്പൊ ശ്രേയോ? നിങ്ങൾ ഒന്നാണ് കാണിച്ചേ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരെയാണ് തെറ്റ്. ശരിയാണല്ലോ.
ഓക്കെ, ഇവിടെ നോക്കിക്കോ. നിങ്ങൾ പറ, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ, അതായത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കേസ് തന്നെയല്ലേ? നോക്കി, ഇതാണ് അച്ചൂടെ കേസ് അല്ലെ, ഇതാണ് എന്റെ കേസ്. ഓക്കെ, ആരാണ് കൂടുതൽ ബന്ധിപ്പിച്ചത് നോക്ക്. ആരാ കൂടുതൽ ബന്ധിപ്പിച്ച് വളച്ച ആരാണ്? ഇതാ ഫസ്റ്റ് കേസിലാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ട്? ഇതാ സംശയം ഉണ്ട് ചോദിച്ചോ. പറഞ്ഞോ, അബീം പറഞ്ഞോ. അല്ല സാർ, സെക്കൻഡ് കേസ് അല്ലേ കൂടുതൽ പോയേക്കണേ? കൂടുതൽ പോയേക്കണല്ല, കൂടുതൽ ബെൻഡ് ചെയ്യിക്കുക. അതല്ല ലെൻസിന്റെ ജോലി, ബെൻഡ് ചെയ്യിക്കുക. കൂടുതൽ ബെൻഡ് ചെയ്യിച്ചേക്കണ ആരാണ്? അച്ചോടെ ഞാനാണ്. ഫസ്റ്റ് കേസിൽ ഇതേ നോക്കിയോ, ഇത് ലൈറ്റ് പോവാണെങ്കിൽ ഈ ലൈറ്റിനെ ഫസ്റ്റ് കേസിൽ ഇത് ഇത്രയും ബെൻഡ് ചെയ്യിപ്പിച്ചു. കാരണം ഫോക്കൽ ലെങ്ത് കുറവായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്രയും ബെൻഡ് ചെയ്യിപ്പിക്കണം. പക്ഷെ സെക്കൻഡ് കേസിൽ അത്രയും ബെൻഡ് ചെയ്യിപ്പിക്കേണ്ട വരുമോ? ഇല്ല, കാരണം ഫോക്കൽ ലെങ്ത് കൂടുതലാണ്ട് അത്രയും ബെൻഡ് ചെയ്യിക്കണ്ട. അപ്പൊ കൂടുതൽ ബെൻഡ് ചെയ്യിപ്പിച്ചേക്കുന്ന ആൾക്കാണ് കൂടുതൽ പവർ. അപ്പൊ ലെൻസിനുള്ളില് ലെൻസുകൾക്കിടയിലെ പവർഫുൾ ആരാണ്? ആർക്കാണോ കുറവ് ഫോക്കൽ ലെങ്ത് ഉള്ളത് അയാളായിരിക്കും മോർ പവർഫുൾ. ഓക്കെ, അപ്പൊ അവിടെ എഴുതി വെക്കാം, when focal length increases power decreases. ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറയും. when focal length increases power decreases. when focal length increases power decreases. ഓക്കെ, എന്നിട്ട് ഈ ഫിഗർ വരച്ചു വെച്ചോ. എച്ച് ലുലൊന്നും എഴുതണ്ട കേട്ടോ, ഫിഗർ മാത്രം വരച്ചാൽ. ഓക്കെ, ഇത്രയും ചിന്തിച്ചാൽ മതി. ആദ്യത്തെ ആൾക്കാണ് അത് കൂടുതൽ വളയ്ക്കേണ്ട വന്നത്, കാരണം കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ആൾക്ക് അത്രയും വളയ്ക്കേണ്ട വന്നിട്ടില്ല, കാരണം കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് വളച്ചാൽ മതി. പക്ഷെ ആദ്യം പറഞ്ഞ ആൾക്ക് നന്നായിട്ട് വളയ്ക്കേണ്ടി വരുന്നു. അതായത് കൂടുതൽ പണിയെടുക്കുന്ന ആരാണ്? ഫസ്റ്റ് കേസിലാണ്. അപ്പൊ കൂടുതൽ പവർ ഫസ്റ്റ് ലെൻസിലാണ്. ഓക്കെ, ആ ഫിഗർ രണ്ടും വരച്ചു വെച്ചോ. 50 സെന്റിമീറ്ററിന് 10 സെന്റിമീറ്റർ. വെൻ ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് പവർ ഡിക്രീസസ് എഴുതിയിട്ട് വേണം കേട്ടോ വരയ്ക്കാനായിട്ട്. സാർ പറഞ്ഞു സാർ, ആ റേനെ നമുക്ക് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാൻ പറ്റുമോ? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്ക് റേനെ. പറയാം. റിഫ്രാക്റ്റഡ് റേ, ആഫ്റ്റർ റിഫ്രാക്ഷൻ റിഫ്രാക്റ്റഡ് റേ. സാർ പറഞ്ഞു സാർ, ടൈൽസിലൊക്കെ റിഫ്ലക്ഷൻ നടക്കുമോ? റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, സ്മൂത്ത് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത്, നമ്മുടെ രൂപം അതിനകത്ത് കാണുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൊക്കെ നടക്കും റിഫ്ലക്ഷൻ. വാട്ടറിൽ നടക്കും റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം കോൺവെക്സിന് മാത്രമാണ് ഇത് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺകേവ് കൂടി വരയ്ക്കാം. ഇത് ഓരോന്നോരോ എക്സാമ്പിൾ ആയിട്ട് കേട്ടോ. എന്നിട്ട് ഈ ഓരോ ലെൻസിന്റെ പവർ നമുക്ക് കാണാനുള്ള. അതുകൊണ്ട് എക്സാമ്പിൾ 1 എക്സാമ്പിൾ 2 എന്ന് എഴുതിയാൽ മതി. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2. ഇനി അടുത്ത എക്സാമ്പിൾ 3. ഇത് എഴുതിയതാ, ഇത് വരച്ചു കഴിഞ്ഞാൽ വരച്ചു കഴിയാത്തവരൊന്ന് കൈവയ്ക്ക്. ഇത് വരച്ചു കഴിയാത്തവരുണ്ട്, ഒന്ന് കൈവയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ല, ഓക്കെ. അങ്ങനെയാണ് എക്സാമ്പിൾ 3 എഴുതിക്കും. എക്സാമ്പിൾ 3. കോൺകേവ് ലെൻസ് വരയ്ക്കും കേട്ടോ, കോൺകേവ്.
അല്ല ഇർഫാൻ കുറച്ചു മുന്നേ ചോദിച്ചാൽ ഏത് റിഫ്ലക്ഷൻ നടക്കുന്ന ഇറഗുലർ ആണോ റെഗുലർ ആണോ? ഇറഗുലർ എല്ലായിടത്തും നടക്കും കേട്ടോ. ഓക്കെ, ഏതാ ചോദിച്ചേ? റെഗുലർ അല്ല ചോദിച്ചേ? ആ ഓക്കെ ഓക്കെ. ഇറഗുലർ നടത്തില്ലേ നമ്മൾ ഒരു വസ്തുവും കാണൂല. ഓക്കെ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ കോൺകേവ് ലെൻസിൽ നേരത്തെ വരച്ച പോലെ ലൈറ്റ് റേ വരയ്ക്കുന്നു. ആദ്യം വരച്ച് 20 സെന്റിമീറ്ററിന് അല്ലെ, ഫോക്കൽ ലെങ്ത് കുറവുള്ള ലെൻസ്. അപ്പൊ പാരലായിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യാ, ഒത്തിരി ഡൈവേർജ് ചെയ്യിക്കാണ്ട് ഓക്കെ. ഇതിനെന്ത് സംഭവിക്കുന്നു യാഫിയ? ഇതിനെന്താ സംഭവിക്കുക ഈ ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് റേക്ക്? അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യും? ഏത് പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യും? എവിടെ നിന്ന്? എനിക്കിപ്പോ എവിടെ നിന്ന് വേണമെങ്കിൽ വരയ്ക്കാം ഇതിന്. എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യാം? ഡൈവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിന് പേരുണ്ട്. ആ പറഞ്ഞു, എന്താണ്? ഫോക്കസ്. അപ്പൊ ഇത് ഫോക്കസ് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യും. ഒരു ഡോട്ടഡ് കാണിച്ചാൽ മതി, ഒരു ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ, ഇതിന്റെ ഫോക്കൽ ലെങ്ത് കുറച്ച് മതി, 20 സെന്റിമീറ്റർ ആണ് കിടന്നത്. 20 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇതുപോലെ 50 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസ് വരയ്ക്കും. 50 സെന്റിമീറ്റർ. എക്സാമ്പിൾ 4. പ്രിൻസിപ്പൽ ആക്സ് വരയ്ക്കുക, പാരലായിട്ട് ചെല്ലുന്ന ലൈറ്റ് റേസ് കാണിക്കുക. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസ് കുറച്ചുകൂടി മാറ്റി അടയാളപ്പെടുത്തുക കേട്ടോ. ഫോക്കൽ ലെങ്ത് കുറച്ച് കൂടുതൽ എടുക്കുക. ഡോട്ടഡ് കാണിക്കട്ടെ, ബാക്കിലേക്ക് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫോക്കൽ ലെങ്തും പവറും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ഇനി എന്താണ് ആ റിലേഷൻഷിപ്പ് എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു പവർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും, ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ പവർ കൂടും. ഓക്കെ, ഇനി അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, പവറും ഫോക്കൽ ലെങ്തും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള. അത് എഴുതിക്കോ. P ഈക്വൽ ടു, ഫിഗർ വരച്ചു കഴിഞ്ഞോ? ആരെയും ഫിഗർ വരയ്ക്കുന്നില്ല? കൈവയ്ക്ക്. ഫിഗർ ആരെയും വരയ്ക്കുന്നുണ്ടോ? അൽഫിയ, പെട്ടെന്ന് വരയ്ക്കും, പെട്ടെന്ന്. ആ മുഹം, പെട്ടെന്ന് വരയ്ക്കും, പെട്ടെന്ന്. അഭിനയ പറഞ്ഞു. സാർ, ഈ എക്സാമ്പിൾ 4 ഫോക്കൽ ലെങ്ത് കൂടുമ്പോ കുറച്ചും കൂടെ ബെൻഡ് ചെയ്യുമല്ലേ? കുറച്ചും കൂടെ ഇല്ല എന്താ പറയാ, അതെ. ഇവിടെ ഒരു ആംഗിൾ എടുത്ത് നോക്കി, ഇവിടെ ഒരു ആംഗിൾ എടുത്തിട്ട് നോക്കി, എവിടെയാ കൂടുതൽ ബെൻഡ് ചെയ്യിപ്പിച്ചേക്കണേ നോക്കി. അല്ല ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതെടുത്താലും കുഴപ്പമില്ല. ഈ ഒരു ആംഗിൾ എടുത്ത് നോക്കി, എവിടെയാ കൂടുതൽ ബെൻഡ് ചെയ്യിപ്പിച്ചേക്കണം? അതിനെ ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ? ഫസ്റ്റ് കേസിൽ. മനസ്സിലായോ? അല്ല ഇവിടെ ഒരു ആംഗിൾ എടുത്ത് നോക്കി. പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പൽ ആക്സിന്റെ ആ ഒരു ഇതാ നോക്കി. അവിടെ നല്ല നമ്മൾ ആ റേക്ക് എത്ര ബെൻഡ് ചെയ്തു എന്നല്ല നോക്കുക, ആ പോകുന്ന റേ എങ്ങനെ ബെൻഡ് ചെയ്തു, അവിടെ നല്ല ആംഗിൾ എടുക്കുക. അല്ലാണ്ട് ഇവിടെ നല്ലല്ലോ എടുക്കുക. ഈ ഒരു ആംഗിൾ അല്ല നമ്മൾ എടുക്കുക കേട്ടോ. ഓക്കെ,
അപ്പൊ ഇവിടെ ഒരു 50 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. 50 സെന്റിമീറ്റർ. ബിൻഷാദെ, ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള ബന്ധം എന്താ? ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബുക്കിൽ നോക്കാണ്ട് പറ. ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞു. ബുക്കിൽ നോക്കാണ്ട് പറയാൻ പറഞ്ഞ ബുക്കിലേക്ക് നോക്കും. പറഞ്ഞോ. ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഫോക്കൽ ലെങ്ത്തും പവറും തമ്മില്? ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറയും. അതല്ലേ ബന്ധം. എന്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കല്ലേ? എഴുതിയാർന്നോ ബുക്കില്? ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറയും, അതാണ് ബന്ധം. ഓക്കെ, ഇനി കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി ഞാൻ പവറിന് ഒരു ഇക്വേഷൻ പറഞ്ഞു തരാണ്, ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇത് ഫോക്കസ് ഏരിയയിൽ ഉള്ളതാണ് പവർ. ഇതാ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. P = 1/f. P = 1/f ഇൻ മീറ്റർ. നമ്മൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് മീറ്ററിലായിരിക്കണം കേട്ടോ. പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കൽ ലെങ്ത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെന്റിമീറ്ററിലായിരിക്കും തരിക, നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, P = 1/f ഇൻ മീറ്റർ എന്ന് എഴുതി പോകും കേട്ടോ. എഫ് എഴുതിയാൽ ഇൻ മീറ്റർ എന്ന് എഴുതി പവറിനകത്ത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, പിന്നെ ഓർക്കൂല. P = 1/f ഇൻ മീറ്റർ. ഓക്കെ, നമ്മൾ ഇനി ഓരോ ലെൻസിന്റെയും പവർ കാണാൻ പോവാണ്. നമുക്ക് തന്ന 4 ലെൻസിന്റെയും പവർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഇതാ. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിളില് ഇർഫാനെ പറഞ്ഞോ. പവറും ഫോക്കസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റില്ലേ? അതെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അത് നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ. ഒന്ന് കൂടുമ്പോ പവർ കൂടുമ്പോ കുറയുവാന്ന് എഴുതിയല്ലോ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയി. P = 1/f എന്ന് പറഞ്ഞാൽ അത് കൂടുമ്പോൾ മറ്റത് കുറയണം. ഓക്കെ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പുറം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. ഇവിടെ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ വേണമെങ്കിൽ താഴെ ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ എക്സാമ്പിൾ 1 എന്ന് എഴുതിയിട്ട് ചെയ്തു പോക്കോട്ടോ. പവർ കണ്ടുപിടിക്കാൻ P = 1/f ഇൻ മീറ്റർ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുള്ള, ഇവിടെ എന്താണ് ഒരു പ്രശ്നമുള്ള? ആർക്ക് പറയാം? എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട് ഇവിടെ. പറഞ്ഞോ. പറഞ്ഞോളൂ, ഒരാൾ പറഞ്ഞോളൂ. എന്താ പ്രശ്നം അവിടെ? ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്ന സെന്റിമീറ്ററിലാണ്. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാവുന്നവര് ഒന്ന് കൈവയ്ക്കുക, ഒന്ന് കാണട്ടെ. നോണ പറയണ്ട, ഒന്ന് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി. 1 2 3 4 5 6 പേര് അല്ലെ? 10-12 വർഷമായി പഠിപ്പുണിയുടെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്കും കൺഫ്യൂഷൻ, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും കൺഫ്യൂഷൻ, ഇതെങ്ങനെ കൺവേർട്ട്, അങ്ങോട്ട് കൂടെ മാറിപ്പോകും. ഡിവൈഡ് ചെയ്യുവാണ്, ഇൻറ്റു ചെയ്യുവാണ്. അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ നിങ്ങൾ കോളേജിൽ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും യൂണിറ്റ് കൺവേർഷൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് പറയാം. എത്ര സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് അറിയാവുന്നവർ കൈവയ്ക്ക്? എത്ര സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് അറിയാവുന്നവര്? 4 പകുതി എത്തിയിട്ടുള്ളൂ. ഓക്കെ. ആർക്ക് പറയാം? ഒരാൾ പറയാം. അൽഫിയ, എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ കേട്ടോ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. 1000 എന്ന് എഴുതരുത് കേട്ടോ, അത് എപ്പോഴും ഓർത്തോളാം. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. നിങ്ങൾ തന്നെ ആലോചിച്ച്, തുണിക്കടയിലൊക്കെ പോയിട്ട് 1 മീറ്റർ 2 മീറ്ററിന്റെ തുണി എന്ന് പറയുമ്പോൾ അയാള് 1000 സെന്റിമീറ്ററിന്റെ തുണിയൊക്കെ എടുത്തോണ്ടാണ് വരിക. നമ്മൾ പേടിച്ചു പോലും കണ്ടു കഴിഞ്ഞാൽ അല്ലല്ലോ, അല്ലെ? അയാൾ 100 സെന്റിമീറ്റർ, 1 മീറ്റർ എന്ന് പറഞ്ഞത് ഇത്ര ഉണ്ടാവും 1 മീറ്റർ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഹൈറ്റ് വെച്ച് ഓർത്തിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഹൈറ്റ് 2 മീറ്റർ താഴെ ആയിരിക്കും. 2 മീറ്റർ കൂടുതലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 200 സെന്റിമീറ്റർ കൂടുതൽ? അച്ഛന് എത്ര ഹൈറ്റ്? ഇല്ല. ഓക്കെ, അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഹൈറ്റ് 2 മീറ്റർ താഴെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ ഓർത്തിരിക്കുക കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഇനി ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയേ. സെന്റിമീറ്ററിൽ ഒരു വാല്യൂ കിടന്നാൽ അതിനെ മീറ്ററിലേക്കാക്കാൻ ഇവിടെ എന്താ ചെയ്തേക്കുന്നത് നോക്കിയേ. 100നെ എങ്ങനെ 1 ആക്കി നോക്കി. 100നെ എങ്ങനെ 1 ആക്കി? ആർക്ക് പറയാം? 100നെ എന്ത് ചെയ്യുമ്പോഴാണ് അത് 1 ആയി മാറുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ? ഡിവൈഡ് ചെയ്യുമ്പോഴാണോ? ആര് പറഞ്ഞോ? ഒരാൾ പറഞ്ഞു. ഡിവൈഡ് ബൈ ആണ്. അപ്പൊ സെന്റിമീറ്ററിൽ ഒരു വാല്യൂ കിടന്നാൽ നിങ്ങൾ അതിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ,
ഇനി മീറ്ററിൽ ഒരു വാല്യൂ കിടന്ന ഈ 1നെ 100 ആക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്തേക്കണേ നോക്കി. 1നെ 100 ആക്കാൻ വേണ്ടി എന്താ ചെയ്തേക്കുന്നത്? പറഞ്ഞോ ഇൻഡു അല്ലെ. അപ്പൊ മീറ്ററിൽ ഒരു വാല്യൂ കിടന്ന അതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻഡു ചെയ്താൽ മതി. ഇത് തന്നെ എല്ലാത്തിലും യൂസ് ചെയ്യാം. നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആംബിയറിനെ മില്ലി ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യാനോ കിലോ ന്യൂട്ടനെ ന്യൂട്ടനിലേക്ക് കൺവേർട്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല, പണി വാളും. ഇതറിഞ്ഞിരിക്കണം. എത്ര സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ, അല്ലെങ്കിൽ എത്ര ഗ്രാം ആണ് ഒരു കിലോഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 20 സെന്റിമീറ്റർ എന്നല്ല തന്നിരിക്കുന്നത്. എഫ് 20 സെന്റിമീറ്റർ. അതിനെ മീറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആർക്ക് പറയാം? അതിനെ ഇവിടെ വെച്ച് നോക്ക്. സെന്റിമീറ്ററിൽ ഒരു വാല്യൂ കിടന്ന് എന്ത് ചെയ്താൽ അത് മീറ്ററിലായിട്ട് ആകും നോക്ക്. എന്നിട്ട് പറഞ്ഞോ മുഹമ്മദ് ബിൻ ഷാദ് പറഞ്ഞു. ഡിവൈഡ് ബൈ 100 ചെയ്യണം അല്ലെ. 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പൊ ഒരു സീറോയും ക്യാൻസൽ ആയി പോകും. 2/10. 2/10ന്റെ വാല്യൂ എന്താ? 2/10. ആർക്ക് പറയാം? 2/10. താഴെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എളുപ്പം. ഒരു പ്ലേസ് മാറി ഡെസിമൽ ഇട്ടാൽ മതി. പറഞ്ഞോ ഹയ പറഞ്ഞോ. 1/5. 1/5 എന്ന് പറയാല്ലേ 0.2 എന്ന് പറയാം. ഓക്കെ, 0.2. ഇത് ഒരു പ്ലേസ് മാറ്റി. ഇവിടെ 2 സീറോ ഉണ്ടെങ്കിൽ 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടാം. 3 സീറോ ഉണ്ടെങ്കിൽ 3 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടാം. ഓക്കെ, അപ്പൊ ഇവിടെ 0.2 മീറ്റർ എന്ന് പറയാം. അതായത് 20 സെന്റിമീറ്റർ എന്ന് പറയുന്ന 0.2 ആണ്. ഇനി നിങ്ങൾ ഇട്ട് കൊടുത്തോ. ഇനി ഇവിടെ ഇട്ട് കൊടുത്തോ. 1/0.2 ചെയ്തോ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫോക്കൽ ലെങ്തിന് പ്ലസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഇത് കോൺവെക്സ് അല്ലേ. കോൺവെക്സ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയും ആ സൈൻ ഇട്ട് കൊടുക്കുക. ചെയ്തു അല്ലമീൻ ഇത് എങ്ങനെ ചെയ്യാം? വൺ ബൈ 0.2 ഡെസിമലിനെ ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? ഇല്ല. അപ്പൊ ഡെസിമലിനെ മാറ്റണം. ഡെസിമലിനെ മാറ്റാൻ എന്ത് ചെയ്യണം? 10 വരണം. ഡെസിമലിനെ മാറ്റാൻ ആര് വരണം? 10 വരണം. 10 വരട്ടെ. 10 കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യാം? ഇൻഡു ചെയ്യാം. ഓക്കെ, ഇൻഡു 10. അപ്പൊ എന്ത് വരും? 1 × 10 10. 0.2 × 10. ഒരു പ്ലേസ് മാറ്റി ഇപ്പുറം ഇടും കേട്ടോ. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെസിമലിലേക്ക് വലിച്ചിടുക ചെയ്യാം കേട്ടോ. ഇൻഡു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെസിമലിനെ ലെഫ്റ്റിലേക്ക് തള്ളിയിടും. ഓക്കെ, അപ്പൊ എത്ര വരും? 0.2 × 10 പറഞ്ഞോ. അല്ലെങ്കിൽ എത്ര ആലോചിച്ചാൽ മതി. ഡെസിമൽ മൾട്ടിപ്പിൾ നിങ്ങൾ 2 × 10 ചെയ്തോ. ഡെസിമൽ മൈൻഡ് ചെയ്യണ്ട. അവിടെ കിടക്കണായിട്ട് പോലും നോക്കണ്ട. 2 × 10 ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്തോ? ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാലും മതി. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ അവസാനം ഡെസിമലിനെ ഒരു കടം പോലെ കരുതിയാൽ മതി. ഡെസിമലിനെ ആദ്യം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അവസാനം ആൻസറിൽ ഒരു പ്ലേസ് മാറ്റിയാൽ മതി. ഇവിടെ ഒരു പ്ലേസ് അല്ല നമ്മൾ നോക്കിയിട്ടുള്ളൂ. 0.2 അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പ്ലേസ് മാറ്റിയിടും. എത്ര വരും? ആർക്കും ഇബ്രാഹിം ബാദുഷ എത്ര വന്നു? 0.2 × 10. 2 × 10 ചെയ്തോ. എന്നിട്ട് ഒരു പ്ലേസ് മാറ്റി പറഞ്ഞാൽ മതി. 200. 2 × 10 ഒരു സീറോ അല്ല ഇട്ട് കൊടുക്കുക. സീറോ അല്ല, ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ട് കൊടുക്കുക. 20.0. എന്ത് പറയാം? 2 × 10. 2 × 10 = 20. ഇനി ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടാൻ പറഞ്ഞു. ഒരു പ്ലേസ് മാറ്റുമ്പോ എവിടെന്നാ പ്ലേസ് മാറ്റാ? റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റുക. ഒരു 2.0 അല്ലെ 2. ഓക്കെ, അപ്പൊ 2 വരും. 10/2 വരും. 10/2 എത്രയാ? 10/+2. 10/+2 എത്ര വരും? മുഹമ്മദ് പറഞ്ഞോ. മുഹമ്മദ് ഫാസിൽ പറഞ്ഞു. എത്ര വരും? 5. +5 ആണോ -5 ആണോ? പ്ലസ്. രണ്ടും പ്ലസ്. പോസിറ്റീവ് +5 +5 എന്താ? ഇത് തേങ്ങ മാങ്ങിയൊന്നുമല്ലല്ലോ, നമ്മളിങ്ങനെ എണ്ണി പറയാം. ഓക്കെ, ഇതിന്റെ ഒരു യൂണിറ്റ് വേണം. പറഞ്ഞോ. എന്താണ്? മീറ്റർ അല്ല, 1/മീറ്റർ എന്ന് വരും അല്ലെ. m⁻⁻1 എന്ന് വരും. m⁻⁻. പക്ഷെ നമ്മൾ അതല്ല, നമ്മൾ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള വേറൊരു യൂണിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ട ഓർമ്മയുണ്ടോ? പവറിന്? മുഹമ്മദ് റബീസ് പറഞ്ഞോ. അറിയില്ല. ഓക്കെ, അഹമ്മദ് അലീമിന് അറിയാമോ? ഡയോപ്റ്റർ അല്ലെങ്കിൽ ഡി, ക്യാപിറ്റൽ ഡി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. അപ്പൊ അവിടെ എഴുതി വെച്ച എവിടെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പവർ വാട്ട് എന്നൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. അത് ഇലക്ട്രിസിറ്റി ആണ്, ഇത് ഒപ്റ്റിക്സ് ആണ് കേട്ടോ. രണ്ട് മേഖലയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഡയോപ്റ്റർ
സാർ ഡി. ആ പറഞ്ഞു. ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ ഇലക്ട്രിസിറ്റിയുടെ പവർ എങ്ങനെ നമ്മള് ഇത് യൂണിറ്റ് ഏതാന്ന് ചോദിക്കുമ്പോ ഇലക്ട്രിസിറ്റിയുടെ ആന്ന് പറയോ? ആ ഇലക്ട്രിക് പവർ എന്ന് പറയും. ഓക്കെ, പറഞ്ഞോ പിന്നെ പറഞ്ഞോ. സാർ ഈ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കില്ലേ? ആ പിന്നെ യൂണിറ്റ് കൺവേർഷനിൽ സൈൻ മാറില്ലല്ലോ. ഓക്കെ, സൈൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ അടുത്ത കണ്ടുപിടിച്ചു. അടുത്തത് ഇനിയുള്ള 3 നിങ്ങൾക്കുള്ളതാ കേട്ടോ. എനിക്കുള്ളത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്കുള്ളതാണ്. ചെയ്തോ. രണ്ടാമത്തെ ലെൻസിന്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിച്ചു. ഇനി ചെയ്ത് കഴിയുമ്പോൾ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. P = 1/f. ഇതാണ് ഇക്വേഷൻ. ചെയ്തോ. F in മീറ്റർ വിട്ടു പോരുതേ, അത് എപ്പോഴും എഴുതണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. F in മീറ്റർ. ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. അച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഓക്കെ, അബിൻ കഴിഞ്ഞു. പിന്നെ വേണ്ട, രണ്ടാമത്തെ മാത്രം. എല്ലാം ഒരുമിച്ച് ചെയ്യില്ല, രണ്ടാമത്തെ മാത്രം മതി. സെക്കൻഡ് കേസ് മാത്രം. മൈൻഡ്സ് എവിടെ എത്തി? ഒരു മിനിറ്റോടെ തരാം, പെട്ടെന്നാ. കഴിഞ്ഞോ? ഓക്കെ, പറയാം. ആരാ പറയാ? മൈൻഷ തന്നെ പറഞ്ഞു. മൈൻഷ 1/f ആദ്യം മീറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്റർ എങ്ങനെ മീറ്ററിലായിട്ട്? 50 × 100 ആണോ ബൈ 100 ആണോ? ബൈ 100. എത്ര വരും ബൈ 100 ചെയ്യുമ്പോ? 0.5. ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ എത്ര സീറോ ഉണ്ട് അത്രയും പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുക കേട്ടോ. ഒരു ഡെസിമൽ ഇപ്പുറത്തേക്ക് വരും, അപ്പൊ 0.5 വരും. ഓക്കെ ആണോ? 0.5. അപ്പൊ 1/0.5 എന്ന് വരും. +2 ഡയോപ്റ്റർ എന്ന് കിട്ടും. എത്ര പേർക്ക് +2 ഡയോപ്റ്റർ കിട്ടിയെന്ന് കൈവെക്കാം. ഫേസിന് നേരെ കൈ പിടിച്ച് എന്നാലേ കാണാൻ പറ്റും. ഓക്കെ, തെറ്റിയവര് പറഞ്ഞു. എന്താ തെറ്റിയെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. പറഞ്ഞോ. ഷാരൂഖിന് എവിടെ തെറ്റിയേ? നിങ്ങൾ തെറ്റുന്നത് പറയണം കേട്ടോ. പറഞ്ഞോ. എവിടെ തെറ്റിയേ? തെറ്റില്ല, കൈവക്കാത്ത. ഓക്കെ, മുഹമ്മദ് ഇഷാൻ എവിടെ തെറ്റിയേ? പറഞ്ഞോ. ഏത് 1/0.5 അത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. താഴെ മുകളിലും നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ താഴെ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫ്രാക്ഷൻ ഒരു കുഴപ്പം വരാൻ പോലുള്ള. പക്ഷെ നമ്മൾ 10 കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ആ ഡെസിമലിൽ ഒന്ന് മാറ്റണം. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, ഡെസിമലിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? 10 കൊണ്ട്. അപ്പൊ മുകളിൽ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ എത്രയാവും? 10 ആവും, താഴെ 5 ആവും. അപ്പൊ 10/5 എന്ന് വരും കേട്ടോ. അങ്ങനെ ചോദിച്ചോളണം. നിങ്ങൾ തെറ്റുമ്പോ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. അപ്പൊ അത് ചോദിച്ച് ക്ലിയർ ആക്കിക്കോ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് എനിക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും. പറഞ്ഞു സാർ. ഞാൻ ഈ സെക്കൻഡ് കേസിൽ 30 ആയിരുന്നു എടുത്തത്. എന്നാ അത് വെച്ച് ചെയ്തോ, കുഴപ്പമില്ല. സാർ അപ്പൊ എനിക്ക് 3.3D കിട്ടി. 3.3D കിട്ടിയില്ലേ? 30 എടുത്തപ്പോ 30.3 വന്നപ്പോ 1/0.3 3.3. ശരി. അത് എഴുതി, കുഴപ്പമില്ല. പറഞ്ഞു. സർ, നമുക്ക് F 1/2 കിട്ടുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് P 2 എന്ന് എഴുതിക്കൂടെ?
എഴുതാം. അതിന്റെ റെസിപ്രോക്കൽ ആണല്ലോ. 2 മീറ്റർ തന്നെ അപ്പൊ കേട്ടോ. 1/2 മീറ്ററിൽ തന്നെ. സെന്റിമീറ്ററിൽ തന്നാ പറ്റൂല. ഓക്കെ. അടുത്ത ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്ത് വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3. സാർ പറഞ്ഞോ. ഈ ഫോക്കൽ ലെങ്ത്തിന് പകരം യുവും വിയോ തന്നേക്കണെങ്കിൽ നമ്മള് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടാണോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണേ? അങ്ങനെയൊന്നും തരാറൊന്നുമില്ല. അങ്ങനത്തെ ക്വസ്റ്റ് കമ്പൈൻഡ് ആയിട്ടുള്ള അല്ലെ. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. യുവും വിയും തന്നിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് പവറിലേക്ക് പോവാം. കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കൽ കുറവാണ്. ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ ചോദിച്ചു. ഓക്കെ. അടുത്ത് ചെയ്താ. ഇനി ആരാണ്? പെട്ടെന്ന് ഒരു മിനിറ്റോടെ തരാം കേട്ടോ. സ്പീഡാ. ഓക്കെ. എത്ര പേർക്ക് +5D കിട്ടിയൊന്ന് കൈവക്കി? എത്ര പേർക്ക് +5D കിട്ടി? എത്ര പേർക്ക് -5D കിട്ടി? ഓക്കെ. -5D എവിടെന്നാ മൈനസ് വന്നാ? പ്ലസ് കിട്ടിയവര് തിരുത്ത് കേട്ടോ. പ്ലസ് കിട്ടിയവര് തിരുത്ത്. ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്തുകൊണ്ടാ മൈനസ് വന്നത് ബിലാലെ? അവിടെ എന്തുകൊണ്ടാ മൈനസ് വന്നായിരിക്കും? എന്തുകൊണ്ടാ മൈനസ് വന്നേ? ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാ ഫോക്കസ് അല്ലെ. അപ്പൊ 1/f എടുക്കുമ്പോ 1/0.2 വരും. ഓക്കെ. അപ്പൊ -0.2 വരും. അപ്പൊ -5B. ഓക്കെ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഫോക്കസ് ലെഫ്റ്റ് സൈഡിൽ ആയതുകൊണ്ട് 1/-0.2 അപ്പൊ -5D എന്ന് വരും. ഓക്കെ. അടുത്ത് എക്സാമ്പിൾ 4 ചെയ്തോ. എക്സാമ്പിൾ 4. ഇതൊന്നും കൺവേർട്ട് ചെയ്ത് നിൽക്കണ്ട. ഇതിന്റെയൊക്കെ ആൻസർ നിങ്ങൾ മുന്നേ കൺവേർട്ട് ചെയ്ത് നിങ്ങളുണ്ട്. 50 സെന്റിമീറ്റർ ഒക്കെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻസർ കയ്യിലുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ. മായിൻഷ കിട്ടിയോ? മായിൻഷ പറഞ്ഞോ. എത്ര വരും? -2D വരും അല്ലെ. 1/0.5 വരുമ്പോ -0.5 വരുമ്പോ -2D. എത്ര പേർക്ക് കിട്ടി -2D? ഇനി മാറിപ്പോരുത് കേട്ടോ എക്സാമിന്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായില്ലേ? ഈ പവർ നെഗറ്റീവും പവർ പോസിറ്റീവും വന്നപ്പോ ആ ലെൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കി. പവർ നെഗറ്റീവ് വന്നപ്പോഴും പവർ പോസിറ്റീവ് വന്നപ്പോഴും ലെൻസിൽ മാറ്റം ഉണ്ടല്ലേ? ആർക്ക് പറയാം? പറഞ്ഞോ. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവാ, കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവാ. യെസ്, കറക്റ്റ്. അതിനകത്ത് എഴുതി വെച്ചു കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുപോലെ തന്നെ പവറും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. സാർ നമുക്ക് ഈ ലെൻസ് ഇക്വേഷൻ വെച്ച് പവർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ലെൻസ് ഇക്വേഷനും പവറും ഇല്ലില്ല. ഫോക്കൽ ലെങ്ത് വെച്ചത് ഇക്വേഷൻ 1/f is equal to. അപ്പൊ അതും ഇത് സെയിം അല്ലേ സാർ? 1/f 1/v - 1/u ചെയ്തിട്ട് കിട്ടുന്ന 1/f ആണല്ലോ. അത് പവർ ആയിരിക്കും. ശരിയാ, കറക്റ്റാ. 1/v - 1/f ചെയ്ത് കിട്ടുന്ന 1/f ആണല്ലോ. അത് നേരെ പവറിലേക്ക് ചെയ്യാമെന്നല്ല ചോദിച്ചേ. ഒരു കുഴപ്പമില്ല.
പിന്നെ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ചോദിച്ചാ എഴുതാം കേട്ടോ, ചോദിച്ചാ എഴുതുക. ചോദിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ സാർ പറഞ്ഞു. സാർ കോൺവെക്സ് ലെൻസില് ഫോക്കസ്ഡ് ഒപ്റ്റിക്സിന്റെ ഇടയ്ക്ക് വന്നു. ഫോക്കൽ എങ്ങനെ? ഫോക്കസ്ഡ് ഒപ്റ്റിക്സിന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വരുമ്പോ ഫോക്കസ് ഇപ്പുറ സൈഡിലാവില്ലേ, മിഡ് സൈഡിലാവില്ലേ? ഇല്ലില്ല, ഫോക്കസ് അവിടെ തന്നെ, ഫോക്കസ് മാറൂല കേട്ടാ. ഫോക്കസ് എപ്പോഴും ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. ഇമേജ് ആണ് അപ്പുറം ഇപ്പുറം മാറിക്കോട്ടെ. ഓക്കെ, കാരണം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് എടുക്കുന്നത്, അപ്പൊ ഫോക്കസ് അപ്പുറം വരാൻ പാടില്ല. ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഡൈവേർജിംഗ് ലെൻസ് ആയി പോകില്ല, അത് കോൺവെക്സ് ലെൻസ്. മനസ്സിലായോ? ഇപ്പുറം ഫോക്കസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത മാറിപ്പോയി, അത് ഡൈവേർജിംഗ് ലെൻസ് ആയി പോയി. അത് കോൺകേവിന് മാത്രമുള്ള പ്രത്യേകത ഡൈവേർജിംഗ് എന്നുള്ളത്. കോൺവെക്സ് കൺവേർജിംഗ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഫോക്കസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമൊന്നുമില്ല. ഇമേജ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. ഇമേജ് വിർച്വൽ ആവും, ഈ പറഞ്ഞ പോലെ റിയൽ ആവും, അപ്പുറം ഇപ്പുറമൊക്കെ കിട്ടും. പക്ഷെ ഫോക്കസ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും. ലെഫ്റ്റിൽ നിന്നാണ് ലൈറ്റർ വരുന്നതെങ്കിൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റർ വന്ന കോൺവെക്സ് ലെൻസിൽ റൈറ്റ് സൈഡിലായിരിക്കും ഫോക്കസ് ഫോം ചെയ്യും. ഓക്കെ, ചോദിച്ചോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോ. ചോദിച്ചു. ഈ പവർ കുറഞ്ഞ ലെൻസ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ലോങ് സൈറ്റ്. അത് പറയാം കേട്ടോ. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ വരുന്നുണ്ട്. ഏതാണ് ലോങ് സൈറ്റ്, എന്താണ് ഷോർട്ട് സൈറ്റ്, അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാന്ന് നമ്മുടെ അടുത്ത ചാപ്റ്റർ അതാണ്, നമ്മുടെ തുടക്കം അതാണ്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ലെൻസിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. ഓക്കെ, 2 ലെൻസ് യൂസ് ചെയ്യും, കോൺകേവ് ലെൻസ് യൂസ് ചെയ്യും, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യും. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ചില പർട്ടിക്കുലർ കേസിലാണെന്ന് മാത്രം. ഓക്കെ, ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് വേറെ ലെൻസ് ആണ്, ലോങ് സൈറ്റ് ഉള്ളവർക്ക് വേറെ ലെൻസ് ആണ്. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോബ്ലങ്ങളാണ്. അപ്പൊ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഇപ്പൊ ടെക്സ്റ്റിലുള്ള പ്രോബ്ലങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ ചാൻസ് ഇല്ല കേട്ടോ. എളുപ്പമായിരിക്കും, നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ലെൻസ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ലെൻസ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ലെൻസ് ആൻഡ് ഓൾസോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. അത് മാത്രമല്ല, നിങ്ങൾ ഏത് ലെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് F = +25 സെന്റിമീറ്റർ ആണ്. F = +25 സെന്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് F = -25 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ പവർ കണ്ടുപിടിക്കുക, അതോടൊപ്പം തന്നെ അത് ഏത് ലെൻസ് ആണെന്ന് കൂടെ എഴുതുക. ഞാൻ ചോദിച്ചോളാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ആരും ആൻസർ പറയണ്ട, എഴുതി. ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. മുഹമ്മദ് ഇഷാൻ, മുഹമ്മദ് ഇഷാൻ 22 മണിക്കൂർ വീട്ടിലാണല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളല്ലേ? 1 മണിക്കൂറല്ലേ ഇവിടെ നോക്കുന്നു? എപ്പോഴും വീട്ടിൽ തന്നെയാണ്. 1 മണിക്കൂറിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടാ, സംസാരിക്കാം. പിന്നെ എഴുതി പെട്ടെന്ന് ആൻസർ ചെയ്തു. ബിലാൽ എയും ബിയും കഴിഞ്ഞാണോ? എയും ബിയും കഴിഞ്ഞാണോ? അതോ എ മാത്രമാണോ? എയും ബിയും ചെയ്തോട്ടോ. ആ, ഓക്കെ. ഏത് ലെൻസാന്നൊന്ന് എഴുതി വെച്ചേ, ഞാൻ ചോദിച്ചോളാം നിങ്ങൾ.
അബ്ദുൽ അസീസ് കഴിഞ്ഞോ? അബ്ദുൽ അസീസ് കഴിഞ്ഞു. ഓക്കെ, ഇനി ആരും എഴുന്നില്ലല്ലോ. ഓക്കെ, എല്ലാരും കണ്ണടച്ചേ, ശരിക്കും കണ്ണടയ്ക്ക്. ഇനി ആരും കണ്ണ് തുറക്കരുത് കേട്ടോ. +2D കിട്ടിയ എത്ര പേരുണ്ട്? +2D കിട്ടിയവര് ഫസ്റ്റിൽ +2, സെക്കൻഡിൽ -2. എത്ര പേരുണ്ട്? ഫസ്റ്റിൽ +4, സെക്കൻഡിൽ -4 കിട്ടിയ എത്ര പേരുണ്ട്? ഫസ്റ്റിൽ +4, സെക്കൻഡിൽ -4. ഇഷാന് കിട്ടിയില്ല, അച്ചുവിന് കിട്ടിയില്ല. ഓക്കെ, കണ്ണു തുറന്നോ. എന്ത് കിട്ടാത്ത? അച്ചുവിന് എവിടെ തെറ്റിയേ? എന്താ തെറ്റിയേ? ഓക്കെ, ഒന്നുകൂടെ കണ്ണടച്ചേ. ഫസ്റ്റത്തെ ഒന്ന് കണ്ണടച്ചേ. ഫസ്റ്റത്തെ കോൺകേവ് കിട്ടിയ ഒരു 1 എന്ന് കാണിക്കുക, കോൺവെക്സ് ആണെന്നുള്ള ഒരു 2 എന്ന് കാണിക്കുക. ഫേസിന് നേരെ കാണിക്കുക. കോൺകേവ് ആണെങ്കിൽ 1, കോൺവെക്സ് ആണെങ്കിൽ 2. ആർക്കും കോൺകേവ് ഇല്ലല്ലോ, എല്ലാവർക്കും കോൺവെക്സ് അല്ലേ? ഓക്കെ, അപ്പൊ എക്സാമിന് ഇത് കോൺവെക്സ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, കണ്ണു തുറന്നു. നമുക്ക് ചെയ്യാം. അച്ചു പറഞ്ഞോ, എവിടെ തെറ്റിയെന്ന് നോക്കാം. അച്ചു പറഞ്ഞോ. ബൈ 10 ചെയ്തു അല്ലേ? ഓക്കെ, അതൊക്കെ തെറ്റും കേട്ടോ, ശ്രദ്ധിക്കണം അവിടെയൊക്കെ. ഇവിടെ എത്ര വരും? 1/0.25 വരും. 0.25 എത്ര വരും? 1/0.25 100 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100/25 which is equal to +4 ഡയോപ്റ്റർ കിട്ടും. ഇതാണ് ഫസ്റ്റ് ലെൻസിന്റെ പവർ. പോസിറ്റീവ് കഴിഞ്ഞാൽ ലെൻസ് എന്തായിരിക്കും അമാനെ? പവർ പോസിറ്റീവ് ആണെങ്കിൽ ലെൻസ് കോൺവെക്സ് ആയിരിക്കും. പവർ പോസിറ്റീവ് ആണെങ്കിൽ ലെൻസ് കോൺവെക്സ് ആണ്. ഇനി ഇതിന്റെ വരുമ്പോ എത്ര വരും? P is equal to 1/f which is equal to 1/-0.25 ചെയ്തു വരുമ്പോ -4D എന്ന് വരും. അപ്പൊ ഇബ്രാഹിം ബാദുഷി ഇത് ഏത് ലെൻസ് ആയിരിക്കും? പവർ മൈനസ് വന്നു കഴിഞ്ഞാൽ കോൺകേവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുന്നവരുടെ പവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ 4 എന്ന് പറയുമ്പോൾ അത് -4 എന്നായിരിക്കും. ഓക്കെ, അതേസമയം കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നവർക്ക് പവർ അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ പവറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്? What is the focal length of lens with power +2D? With power +2 diopter, +2D. What kind of lens is it? What kind of ലെൻസ് ഈസ് ഇറ്റ്? ഇത് ഏത് ടൈപ്പ് ലെൻസ് ആണ്? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് വിത്ത് പവർ +2D? അതോടൊപ്പം തന്നെ വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ഇറ്റ്? കണ്ടുപിടിച്ചോ, തന്നെ കണ്ടുപിടിച്ചോ. P is equal to 1/f. P is equal to 1/f. ഗൗരി, ഇവിടെ പക്ഷെ P തന്നിട്ടുണ്ടല്ലോ ഗൗരി, എന്താ ചെയ്യാ? ഇവിടെ P തന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ടല്ലോ P ഞാൻ പറയാവേ, ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണോ? ഇവിടെ നോക്ക്. 1/v equal to 60/6 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാല? 6/60 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? എന്താ ചെയ്യാ? v കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാറ്? ഗൗരി എന്താ ചെയ്യാ v കണ്ടുപിടിക്കാൻ? റെസിപ്രോക്കൽ ഇടൂ അല്ലെ? അതായത് v equal to 60/6 എന്ന് എഴുതും. അപ്പൊ ഞാനത് ചോദിച്ചോട്ടെ, ഇവിടെ ഈ എഫിന്റെ റെസിപ്രോക്കൽ ഇട്ടാ പോരെ അല്ലെ? എഫിന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ f വരും. അപ്പൊ ഇവിടെ എന്ത് വരും? അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ. ഇവിടെ എടുക്കുവാണെങ്കിൽ അവിടെ എടുക്കണ്ടേ? 1/p വരും. മനസ്സിലായോ? അപ്പൊ f equal to എന്തെന്ന് വരും? f equals 1/p എന്ന് വരും. ഇവിടെ എടുക്കുവാണെങ്കിൽ അവിടെ എടുക്കണം. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ.
ഇപ്പൊ പറയാണ് 2 = 2 എന്ന് ഒരാൾ പറയാം. നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നോക്കി 1/2 = 1/2 ഇക്വേഷൻ എന്തെങ്കിലും തെറ്റ് പറ്റിയോ? കറക്റ്റ് അല്ലേ? ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പൊ റെസിപ്രോക്കൽ എടുത്തുന്ന ഇക്വേഷൻ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പുറം ഇപ്പുറം റെസിപ്രോക്കൽ നമുക്ക് കണ്ടുപിടിക്കുന്ന 1/f അല്ലേ? ഇനി വേണേ ക്രോസ് ചെയ്ത് പഠിക്കണേ അങ്ങനെ പഠിക്കാം. അതിൽ നല്ല ഏതാന്ന് തോന്നുന്നു. P = 1/f ആണ്, 1/f = 1/p ആണ്. അപ്പൊ ചെയ്തോ, കണ്ടുപിടിച്ചിട്ട് അൺറൈസ് ചെയ്ത് വെച്ചോ. റബീസ് ചെയ്ത് കഴിഞ്ഞാണോ അതോ ഡൗട്ട് ആണോ? അതെ നിങ്ങൾ മീറ്ററിലല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്യാ? കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്ററിലോട്ട് ആക്കിയേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് മീറ്ററിലാണ് കിട്ടുള്ളൂ. പിയുടെ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് മീറ്ററിലാണ് കിട്ടുള്ളൂ. നിങ്ങൾ അത് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്താൽ മതി, സെന്റിമീറ്ററിലോട്ട് ആക്കിയാൽ മതി. കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിൽ കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. അൽഫിയ തീർന്നില്ല, അബ്ദുൽ അസീസ്, മുഹമ്മദ് ഇഷാൻ തീർന്നില്ല, മായൻ ഷാ എത്ര പേർക്ക് കിട്ടിയില്ല ചോദിക്കട്ടെ. എത്ര പേർക്ക് ഫോക്കൽ ലെങ്ത് 0.5 മീറ്റർ കിട്ടി? 0.5 മീറ്റർ 0.5 മീറ്റർ എത്ര പേര് കിട്ടി? ഫേസിൽ ആരെ പിടിച്ച് 0.5 മീറ്റർ എത്ര പേര് കിട്ടി? അതിൽ കിട്ടിയില്ല, ഏതാധികം കിട്ടി? കിട്ടാത്തവരെന്ന് പറഞ്ഞേ, എവിടെ തെറ്റിയതെന്ന് പറഞ്ഞേ. കിട്ടാത്തവരുണ്ടോ? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഓക്കെ, അപ്പൊ 1/2 പറയുമ്പോ 0.5 മീറ്റർ ആണ്. പക്ഷെ നമുക്ക് അതിനൊന്ന് സെന്റിമീറ്ററിലോട്ട് ആക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് F = സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? മുഹമ്മദ് ബിൻഷാദ് എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം അല്ലെ? അപ്പൊ എത്ര കിട്ടും? മുഹമ്മദ് അബ്ദുറഹ്മാൻ എത്ര കിട്ടും? ഇൻറ്റു 100 ചെയ്യുമ്പോ 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ അല്ലെ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പ്ലേസ് മാറും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും പ്ലേസ് മാറാനില്ല. പ്ലേസ് മാറാനില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു 0 ഇട്ട് കൊടുക്കും കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 50 സെന്റിമീറ്റർ. അപ്പൊ ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് +50 സെന്റിമീറ്റർ ആണ്. ഇവിടെ പ്ലസ് അല്ലേ? എല്ലാം പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏത് ലെൻസ് ആണ് മായിൻ ഷാ? ഇത് ഏത് ലെൻസ് ആണ്? അപ്പോ കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? സിൻസ് ഫോക്കൽ ലെങ്ത് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ലെൻസിന്റെ പരിപാടികളൊക്കെ തീരുവാണ്. ഇനി ലെൻസിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ലെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോ, ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ്. ആപ്ലിക്കേഷൻ ഓഫ് ലെൻസ്. ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞ അൽഫിയ, ലെൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ. അൽഫിയ സിദ്ദീഖ് ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ. കണ്ണടയിലുള്ള ലെൻസ്. ഓഹോ, ലെൻസ് കയ്യിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ലെൻസ് കയ്യിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എടുക്കാൻ പോണ്ട കൈവശം ലെൻസ് ഉള്ളവരൊക്കെ. അച്ചു ഒക്കെ എടുത്ത് അതൊന്നും എടുക്കണ്ട. ഓക്കെ, നിങ്ങളെല്ലാരും കൈവശം ഉണ്ട്. അപ്പൊ കണ്ണില്ലാത്ത ആളുകളെയൊക്കെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. കണ്ണില്ലാത്ത ആളുകളെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ അതല്ലേ ഫസ്റ്റ് എഴുതേണ്ട? അതല്ലേ ഫസ്റ്റ് എഴുതേണ്ടത്? നമ്മൾ ഏത് ലെൻസാ? നമ്മുടെ കണ്ണിന്റെ ലെൻസ് എഴുതുക അല്ലെ? അതല്ലേ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഐ ലെൻസ്. ഓക്കെ, എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുന്നു. ഓക്കെ, ഐ ലെൻസ്. ഓക്കെ, ഇനി രണ്ടാമത് അടുത്തൊരു ആപ്ലിക്കേഷൻ പറയാം ആർക്കെങ്കിലും? ഒരു ആപ്ലിക്കേഷൻ, ലെൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആർക്ക് പറയാം? ഗൗരി പറഞ്ഞോ. ക്യാമറ. ഓക്കെ, പിന്നെ ഓക്കെ, ക്യാമറ. പിന്നെ പറഞ്ഞോ. മൈക്രോസ്കോപ്പ്. പിന്നെ ടെലസ്കോപ്പ്. പിന്നെ
ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, പിന്നെ മാഗ്നിഫൈങ് ഗ്ലാസ്. ഓക്കെ, പിന്നെ ബൈനോക്കുലർ. ഓക്കെ, പിന്നെ കണ്ണിൽ വെച്ചേക്കുന്നവര് എന്തെന്നാ പറയാ ഇതിന്? സ്പെക്ടക്കിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗ്ലാസ് എന്ന് പറയാം കേട്ടോ. സ്പെക്ടക്കിൾസ് എന്ന് പറയാം, ഐ ഗ്ലാസ് എന്ന് പറയാം. സ്പെക്ടക്കിൾസ് ഓർ ഐ ഗ്ലാസ്. സാർ ഈ ലൈറ്റ് ഹൗസില് ലെൻസ് ഉപയോഗിക്കാറുണ്ടോ? ലൈറ്റ് ഹൗസില് ലെൻസ് ലൈറ്റർ അതിനെനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ലൈറ്റർ ഡൈവേർജ് ചെയ്യിക്കാനാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുക. ലൈറ്റർ ഡൈവേർജ് ചെയ്യിക്കാനും കൺവേർജ് ചെയ്യിക്കാനും. ഓക്കെ, ഫ്ലാഷ് ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, പിന്നെ ഒരു ലെൻസ് ഉണ്ടല്ലോ നമ്മള് ഡോറിലൊക്കെ വെക്കുന്ന ലെൻസ്. ആ ലെൻസ് നമ്മളൊരു പറയൂലോ, ഒരു പേര് പറയൂലോ. അതെ അതെ, റൈറ്റ്. എന്താണ്? പീപ്പ് ഹോൾ. ഓക്കെ, പീപ്പ് ഹോൾ. ഇനി നമുക്ക് ഓരോന്നിലുള്ള ലെൻസുകൾ നോക്കാം. ഐ ലെൻസ് ഏതാ? നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാന്ന് ആർക്ക് പറയാം? പറഞ്ഞോ, ഇർഫാൻ പറഞ്ഞോ. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺവെക്സ് അല്ലേ? കോൺവെക്സ് ആണ് അല്ലെ? അതായത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അതായത് ഈ വരുന്ന ലൈറ്റർ എല്ലാം കൂടി അത് കൺവേർജ് ചെയ്യിപ്പിച്ച് റെറ്റിനയിൽ ചെന്ന് പതിപ്പിക്കുക ചെയ്യുക, മീറ്റ് ചെയ്യുക ചെയ്യുക. അപ്പൊ യൂസ് ചെയ്യുന്ന ലെൻസ് കോൺവെക്സ് ആണ്. കോൺവെക്സ്. ഇനി ക്യാമറ, മൈക്രോസ്കോപ്പ് ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ കോമ്പൗണ്ട് ലെൻസുകൾ, അതായത് ഒന്നിലധികം ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺകേവും കോൺവെക്സും ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്തതിൽ ഒരു പ്രശ്നം, ഒരു ലെൻസ് മാത്രമാകുമ്പോൾ കുറച്ച് ഡിസ്റ്റോർഷൻ, അതായത് ക്രോമാറ്റിക് അബ്രേഷൻ, അതൊക്കെ ഹയർ ക്ലാസ്സുകളിലെ ടോപ്പിക് ആണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് ആയിട്ട്, കമ്പൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്തൊക്കെ. അതുകൊണ്ട് ഇത് നമുക്ക് വിട്ടേക്കാം. ബാക്കി വരുന്ന ഈ ഫ്ലാഷ് ലൈറ്റിലുള്ള ലെൻസ് ഏതാ? ഫ്ലാഷ് ലൈറ്റില് ആർക്ക് പറയാം? ഫ്ലാഷ് ലൈറ്റ്. നിങ്ങൾ അതിന്റെ പർപ്പസ് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് അത് ഏത് ലെൻസാന്ന് കിട്ടും. ഫ്ലാഷ് ലൈറ്റിൽ എന്താ ലൈറ്റ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ലെൻസാന്ന് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി. ഫ്ലാഷ് ലൈറ്റ് ലൈറ്റ് എങ്ങനെയാ വേണ്ടതെന്ന് ചിന്തിച്ചാൽ മതി. സാർ കോൺകേവ് ആണോ? കോൺകേവ് ആണ്. എന്തുകൊണ്ട് കോൺകേവ് എന്ന് പറഞ്ഞേ? സാർ റേ ഡൈവേർജ് ചെയ്തു. ഡൈവേർജ് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. പ്രസന്റ് ആയിക്കൊണ്ടാന്ന് നോക്കാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. എവിടെ നമ്മൾ പറഞ്ഞേ? ഏതാ പറഞ്ഞു നിർത്തിയേ? ഏതാ പറഞ്ഞു നിർത്തിയേ? ഫ്ലാഷ് ലൈറ്റ്. ഫ്ലാഷ് ലൈറ്റ്. ഇനി മാഗ്നിഫൈങ് ഗ്ലാസ് ഏതാ? അത് മനസ്സിലാക്കിയില്ലെങ്കിൽ മാഗ്നിഫൈങ് ഗ്ലാസ് ഏതാ? ആർക്കും പറയാം? കോൺവെക്സ് അല്ലെ? ഇനിയിപ്പോ വഴിയിൽ കൈ നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെ വാച്ച് റിപ്പയർ ചെയ്ത്, അപ്പൊ അവരെയൊക്കെ കാണുമല്ലോ, അവരെയൊക്കെ തട്ടിയിട്ട് പറയണം യു ആർ യൂസിങ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ മാഗ്നിഫൈങ് ഗ്ലാസ് അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. അടി കിട്ടിയ ഞാൻ സമാധാനം പറയില്ല കേട്ടോ. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഇനി അടുത്ത സ്പെക്ടക്കിൾ. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? പിന്നെ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? സാർ രണ്ട് യൂസ് ചെയ്യില്ലേ? രണ്ട് യൂസ് ചെയ്യും അല്ലെ? അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോകില്ലേ? പിന്നെ ആ ചാപ്റ്റർ ഇത് ഈ പുള്ളി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാന്നൊക്കെ ഓടും കേട്ടോ. അതുകൊണ്ട് വേണ്ട. തൽക്കാലം രണ്ട് ലെൻസ് യൂസ് ചെയ്യുന്നത് മാത്രം കേട്ടോ. കോൺകേവ് യൂസ് ചെയ്യുന്നുണ്ട്, കോൺവെക്സ്. പീപ്പ് ഹോൾ ഏതാ? പീപ്പ് ഹോൾ പറഞ്ഞോ, ശ്രേയ പറഞ്ഞോ. കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെൻസിന്റെ അങ്ങനെ ഈ പറഞ്ഞ പോലെ കോൺകേവ് ലെൻസും അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. നല്ലൊന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ ഈ ലെൻസിന്റെ ഒക്കെ പ്രത്യേകത. അടുത്ത ഹെഡിങ് കൊടുത്തോ, അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ.
അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ആരും കേട്ടിട്ടുണ്ടോ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? കേട്ടിട്ടുണ്ടോ? എനിവൺ? ആർക്കെങ്കിലും അറിയാവോ അറ്റ്മോസ്ഫിയറിക്? ബിലാൽ പറഞ്ഞോ. ബിലാൽ പറഞ്ഞോളൂ. ബിലാൽ നാസിർ പറഞ്ഞോ. ബിലാൽ ആദ്യം പഠിച്ചതാ. ബിലാൽ ചെറുപ്പത്തിൽ, ബിലാൽ തീരെ കുഞ്ഞിതായപ്പോ ബിലാലിനെ നഴ്സറി കൊണ്ടുപോയി വിട്ടില്ലേ? ബിലാലിന്റെ പേരൻസ് ബിലാലിനെ നഴ്സറി കൊണ്ടുപോയി വിട്ടപ്പോ ബിലാൽ പഠിച്ചത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചേക്കുന്നതാണ്. പറഞ്ഞോ പിന്നെ പറഞ്ഞോ. സാർ ഈ സൺലൈറ്റ് ഒക്കെ തന്നെയാണോ? അതുണ്ട്. ഓക്കെ. പിന്നെ അതാ ഗൗരി കാണിക്കുന്നുണ്ട്. ഗൗരിക്ക് ഞാൻ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം മനസ്സിലാവും എന്താണ്. പറഞ്ഞോ. സ്റ്റാർ തിളങ്ങണത്. അത് തന്നെ. നിങ്ങൾ നഴ്സറിയിൽ ഇങ്ങനെ തലയെ കാട്ടിയിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പഠിച്ചിട്ടില്ലേ? ഹൗ ഐ വണ്ടർ വാട്ട് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ. നക്ഷത്രങ്ങൾ മിന്നുന്നത് അത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്തെങ്കിലുമൊക്കെ ബേൺ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അകത്തൂടി നോക്കുമ്പോൾ അപ്പുറത്തൂടി കാണുമ്പോൾ അതിന്റെ ആ ഒബ്ജക്റ്റ് ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, ഒന്ന് മൂവ് ചെയ്യുന്ന കാണാറില്ല? ഒരു എന്താ പറയാ, കണ്ടിട്ടുണ്ടോ? ചൂടുള്ള എന്തിനെങ്കിലുമൊക്കെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ, ഹോട്ട് എയറിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അതിന്റെ ആ ഒബ്ജക്റ്റിന്റെ ആ ഒരു പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. അത് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഈ പെട്രോളിന്റെ ഒക്കെ കുപ്പിയുടെ അവിടെ തുറക്കുമ്പോ അതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ, അതുപോലെ നിങ്ങൾ ചൂടുള്ള ഇതിനകത്ത് കാണുന്നില്ലേ? പെട്രോളിന്റെ കാണും ഡെൻസിറ്റി ചേഞ്ച് വരുന്നോണ്ട് കാണും. പറഞ്ഞു. ഷീറ്റിന്റെ മേളിലൊക്കെ ഇങ്ങനെ ഹോട്ട് എയർ അതിലും ഈ കരിയിലേക്ക് കത്തിക്കുമ്പോ അത് നമ്മൾ നോക്കുമ്പോ കാണാറുണ്ട്. ഇതൊക്കെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് വേണം? ആദ്യം എന്താണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പഠിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനും നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് മിന്നുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒരു മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരോടെങ്കിലും. ഒരാൾ ലെഫ്റ്റ് ആയി പോയി. വീണ്ടും കാണാന്ന് പറഞ്ഞപ്പോ ലെഫ്റ്റ് ആയി പോയാ. ഓക്കെ. ആരോടെ ചോദിക്കാം? ഒരു മിനിറ്റ്. ആർക്കാണ് ഭാഗ്യം നോക്കണ്ടോ? നിങ്ങൾ ഭാഗ്യമുള്ള ഒരാളെ വിളിക്കുന്നുണ്ട്. യെസ്, അഹമ്മദ് അലി. സമയമായി. അപ്പൊ എന്നോട് എന്താ ചോദിക്കുക? എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വരണ്ട. ചോദിച്ചോ. പവറും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്താ? പവർ കൂടിയ ഫോക്കൽ ലെങ്ത് കുറയും. ഓക്കെ. ആ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു 1/f. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ? കോൺവെക്സ് ലെൻസ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്. ഓക്കെ. ഓക്കെ. കഴിഞ്ഞു പോയി. ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir. Thank you, sir. Thank you, sir. English.